കോണ്ടിബ ഒരു അന്ധനായിരുന്നു. കോണ്ടിബ ആയിരുന്നു വാസ് ഒരു ബ്ലൈൻഡ് മാൻ. കോണ്ടിബ ഒരു അന്ധനായിരുന്നു. അടിയിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കാതെ മനസ്സിൽ നോക്കി പറയാം, എഴുതി നോക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യാം. അദ്ദേഹം തൻ്റെ ഗ്രാമം വിട്ട് മുംബൈയിൽ ജോലി തേടിയെത്തി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹി. തൻ്റെ ഗ്രാമം ഹിസ് വില്ലേജ്. വിടുക എന്ന് പറഞ്ഞാൽ ലീവ്, ലെഫ്റ്റ്. മുംബൈ ജോലി തേടിയെത്തി. ഹി ലെഫ്റ്റ് ഹിസ് വില്ലേജ് ആൻഡ് റീച്ച്ഡ് മുംബൈയിലെത്തി. സീക്കിംഗ് ജോബ്, ജോലി തേടിക്കൊണ്ട്. നമുക്കിങ്ങനെ കറക്റ്റ് നോക്കാം. ഹി ലെഫ്റ്റ് ഹിസ് വില്ലേജ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട് വിട്ടു. ആൻഡ് കെയിം, അദ്ദേഹം വന്നു. ടു മുംബൈയിലേക്ക് വന്നു. ടു ഫൈൻഡ് എ ജോബ്, ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി. അതാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ. ഒരു ചേരിയിലെ ഒരു ചെറിയ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ചേരിക്ക് സ്ലം എന്ന് പറയും. അപ്പം ഒരു ചേരിയിലെ ഒരു ചെറിയ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഹീ ലിവ്ഡ്, അദ്ദേഹം താമസിച്ചു. ഇൻ എ സ്ലം, ഒരു ചേരിയിൽ. ഇൻ എ സ്മോൾ ഹൗസ്, ഒരു ചെറിയ വീട്ടിൽ. നോക്കാം. ഹീ ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ്, അദ്ദേഹം ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇൻ എ സ്ലം, ഒരു ചേരിയിൽ. സ്ലം എന്ന് പറഞ്ഞാൽ ചേരി. സമീപത്ത് ഒരു കിണർ ഉണ്ടായിരുന്നു. സമീപത്ത് മീൻസ് അടുത്ത്. ഒരു കിണറുണ്ടായിരുന്നു. ദർ വാസ് എ വെൽ, ഒരു കിണറുണ്ടായിരുന്നു. നിയർ ബൈന്നോ പാസ് ബൈന്നോ അടുത്ത്, എങ്ങനെയാണ് നമുക്ക് നോക്കാം. ദർ വാസ് എ വെൽ നിയർ ബൈ, സമീപത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കിണറുണ്ടായിരുന്നു. അത് സുരക്ഷിതമല്ലായിരുന്നു, അതിന് മതിലില്ലായിരുന്നു. അത് സുരക്ഷിതമല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് സേഫ്, അത് സുരക്ഷിതമല്ലായിരുന്നു. അതുപോലെ തന്നെ അതിന് മതിലില്ലായിരുന്നു. ഇറ്റ് ഹാസ് നോ വാൾ, അതിന് മതിൽ ഇല്ലായിരുന്നു. ഇറ്റ് ഹാഡ് നോ വാൾ, അതിന് മതിൽ ഉണ്ടായിരുന്നില്ല. അതില്ല എന്നർത്ഥം കിട്ടുക. ഇറ്റ് ഹാഡ് നോ വാൾ. കിണറിലെ വെള്ളം വൃത്തിഹീനമായിരുന്നു. കിണറ്റിലെ വെള്ളം വൃത്തിഹീനമായിരുന്നു. ദ വാട്ടർ ഇൻ ദ വെൽ വാസ് വെരി ഡേർട്ടി. എന്താ പറയണേ? ദ വാട്ടർ ഇൻ ദ വെൽ വാസ് ഡേർട്ടി. കിണറിലെ വെള്ളം ചളി വരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ വൃത്തിഹീനമായിരുന്നു. ഒരു ദിവസം കോണ്ടിബ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. ഒരു ദിവസം എന്ന് പറയുമ്പോൾ വൺ ഡേ. കോണ്ടിബ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. വാസ് ഗോയിങ് ടു ഹാവ് ഫുഡ്, അല്ലെങ്കിൽ ഈറ്റ് ഫുഡ്. ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. വൺ ഡേ, ഒരു ദിവസം. കോണ്ടിബ വാസ് ഗോയിങ് ടു ഈറ്റ് ഫുഡ്. കോണ്ടിബ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. ഒരു സ്ത്രീ നിലവിളിക്കുന്നത് അയാൾ കേട്ടു. ഹി ഹേർഡ് എ വുമൺ ക്രൈങ്. ഒരു സ്ത്രീ കരയുന്നത് അയാൾ കേട്ടു. ഇവിടെ ഹി ഹേർഡ്, അയാൾ കേട്ടു. എ വുമൺ ഷൗട്ടിങ്, അലറുന്നത്. ഷൗട്ട് എന്ന് പറഞ്ഞാൽ അലറുക. ഒരു സ്ത്രീ അലറി വിളിക്കുന്നത് അയാൾ കേട്ടു. അരവിന്ദ് എന്ന ആൺകുട്ടി കിണറ്റിൽ വീണു. അരവിന്ദ് എന്ന് പേരുള്ള എ ബോയ് കോൾഡ് അരവിന്ദ്, അല്ലെങ്കിൽ എ ബോയ് നെയ്മഡ്, പേരുള്ള എ ബോയ് നെയ്മഡ് അരവിന്ദ് ഫാളൻ ഇൻ ടു ദ വെൽ. അരവിന്ദ് എന്ന പേരുള്ള ആൺകുട്ടി കിണറിൽ വീണു. കോണ്ടിബ കിണറ്റിലേക്ക് ഓടി. കോണ്ടിബ എന്ന് പറഞ്ഞാൽ കോണ്ടിബ റണ്ണിൻ്റെ പാസ് റാൻ ടു വെൽ, കിണറിലേക്ക് ഓടി. ഇവിടെ പറയുന്നത് അതെ, കോണ്ടിബ റാൻ ടു ദ വെൽ, കിണറിലേക്ക് ഓടി. അയാൾ കുട്ടിയെ രക്ഷിക്കാൻ ചാടി. അദ്ദേഹം ചാടി. ഹീ ജംപ്ഡ്, വീട്ട് ഉപയോഗിക്കുക. അദ്ദേഹം ചാടി. ടു സേവ് ദ ചൈൽഡ്, കുട്ടിയെ രക്ഷിക്കാൻ. ഹീ ജംപ്ഡ് ഇൻ ടു സേവ് ദ ബോയ്. അയാൾക്ക് നീന്താൻ അറിയാമായിരുന്നു. ഹീ ന്യൂ, നോൻ്റെ പാസ്റ്റ്. ഹീ ന്യൂ ഹൗ ടു സ്വിം, അല്ലെങ്കിൽ സ്വിമ്മിങ്. ഓക്കെ. ഹീ ന്യൂ, അയാൾക്കറിയാമായിരുന്നു. ഹൗ ടു സ്വിം, എങ്ങനെ നീന്തണമെന്ന്. പക്ഷേ അയാൾ ദുർബലനായിരുന്നു. വായു തേടി വീണ്ടും മുകളിലേക്ക് വരേണ്ടി വന്നു. ബട്ട്, അയാൾ ദുർബലനായിരുന്നു. ഹി വാസ് വെരി വീക്ക്. വായു തേടി വീണ്ടും മുകളിലേക്ക് വന്നു. ആൻഡ് ഹി ഹാഡ് ടു കം അപ്പ്
ഫോർ എഗെയിൻ ആൻഡ് എഗെയിൻ. വീണ്ടും വീണ്ടും വായു തേടി മുകളിലേക്ക് വരേണ്ടി വന്നു. ആളുകൾ ആശങ്കാകുലരായിരുന്നു. പീപ്പിൾ വേർ ആങ്ഷ്യസ്. ഇവിടെ പീപ്പിൾ വേർ വെറീഡ്, ആളുകളൊക്കെ വളരെ ആശങ്കയുള്ള ആളുകളായിരുന്നു. കോണ്ടിബ നിർത്തിയില്ല. കോണ്ടിബ ഡിഡ് നോട്ട് സ്റ്റോപ്പ്. കോണ്ടിബ നിർത്തിയില്ല. അയാൾ വീണ്ടും ചാടി. ഹി ജംപ്ഡ് അഗെയിൻ. ഇത്തവണ അയാൾ ആൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. ദിസ് ടൈം, അയാൾ എന്ന് പറഞ്ഞാൽ ഹി ഫൗണ്ട്, ഫൈൻഡിൻ്റെ പാസ്റ്റ്, ഹി ഫൗണ്ട് ദ ഡ്രസ്സസ് ഓഫ് ദ ബോയ്. ഇത്തവണ അയാൾ ആൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. ദിസ് ടൈം ഹി ഫൗണ്ട് ദ ബോയ്സ് ക്ലോത്ത്സ്. ദിസ് ടൈം, ഇത്തവണ ഹി ഫൗണ്ട് ദ ബോയ്സ് ക്ലോത്ത്സ്. അദ്ദേഹം ആ കുട്ടിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. അയാൾ ആൺകുട്ടിയെ പുറത്തെടുത്തു. ഹി പുൾഡ് ഔട്ട് ദ ബോയ്, അല്ലെങ്കിൽ ഹി പുൾഡ് ദ ബോയ് ഔട്ട്. അദ്ദേഹം കുട്ടിയെ പുറത്തോട്ട് വലിച്ചെടുത്തു. ആൺകുട്ടി ആശുപത്രിയിൽ പോയി. ദ ബോയ് വെൻറ്റ് ഹോസ്പിറ്റൽ. ദ ബോയ് വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ. കോണ്ടിബ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. കോണ്ടിബ വെൻറ്റ് ഹോം, വെൻറ്റ് വീട്ടിൽ പോയി, ആൻഡ് എയ്റ്റ് ഫുഡ്, അല്ലെങ്കിൽ ഹാവ് ഫുഡ്. കോണ്ടിബ വെൻറ്റ് ഹോം ആൻഡ് എയ്റ്റ് ഹിസ് ഫുഡ്. വീട്ടിൽ പോയി അവൻ്റെ ഭക്ഷണം കഴിച്ചു. അയാൾ ധൈര്യശാലിയാണെന്ന് ആളുകൾ പറഞ്ഞു. പീപ്പിൾ സെഡ്, ആളുകൾ പറഞ്ഞു. ഹി വാസ് ബ്രേവ്, അയാൾ ധീരനായിരുന്നെന്ന്. ഓക്കെ, ധൈര്യശാലിയാണെന്ന് പറയാൻ ഹി ഈസ് ബ്രേവ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ധീരനായിരുന്നു എന്ന് പറയാൻ ഹി വാസ് ബ്രേവ്. അവർ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകി. ദേ, അവർ നൽകി. ഗിവ്, ഗേവ്. ദേ ഗേവ് ഹിം, അവർ അവന് നൽകി ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ. പിന്നീട് കോണ്ടിബ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ലൈറ്റർ, കോണ്ടിബ കെയിം ബാക്ക് ടു ഹിസ് വില്ലേജ്. നാട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ ലേറ്റർ കോണ്ടിബ വെൻറ്റ് ബാക്ക് ടു ഹിസ് വില്ലേജ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അവൻ വിവാഹിതനായി ഒരു ചെറിയ കട തുടങ്ങി. ആൻഡ് ഹി ഗോട്ട് മാരീഡ് ആൻഡ് സ്റ്റാർട്ടഡ് എ ഷോപ്പ്. ഹി ഗോട്ട് മാരീഡ്, അവൻ വിവാഹിതനായി, ആൻഡ് സ്റ്റാർട്ടഡ് എ സ്മോൾ ഷോപ്പ്, ചെറിയൊരു കട തുടങ്ങി. അവൻ പിന്നീടൊരിക്കലും അദ്ദേഹം യാചിച്ചിട്ടില്ല. ഹി നെവർ ബെഗ്ഡ് അഗെയിൻ. അദ്ദേഹം ഒരിക്കലും യാചിച്ചിട്ടില്ല. ധൈര്യമുള്ളവനാകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ടു ബി കറേജിയസ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അതായത് ബീയിങ് ബ്രേവ്, ധീരനായിരിക്കുക, ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. ഓക്കെ.